ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ജൂലൈ 17 എൻ്റെ അമ്മച്ചി മരിച്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ ഈ ജൂലൈ മാസം എന്ന് പറയുമ്പോൾ 4-ാം തീയതി ചേച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, ചേച്ചിയില്ല. പിന്നെ 7-ാം തീയതി അപ്പച്ചൻ്റെ ദിവസം, 17-ാം തീയതി അമ്മച്ചിയുടെ ദിവസം. അങ്ങനെ 3 ദിവസം കാര്യങ്ങളാണ് ജൂലൈ മാസത്തിൽ നമുക്കുള്ളത് കേട്ടോ. അപ്പോൾ ജൂലൈ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരിക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അങ്ങനെ എന്താ പറയുക, നമ്മൾ അപ്പച്ചനും അമ്മച്ചിയും ഇല്ലാണ്ടായിട്ട് ഇപ്പോൾ അമ്മച്ചിയാണ് അവസാനം പോയത് കേട്ടോ. അമ്മച്ചിക്ക് എനിക്ക് തോന്നുന്നു ഡിമ്പിളിന് 18 വയസ്സായ സമയത്താണ് അമ്മച്ചി പോയത്. അപ്പച്ചൻ വളരെ ചെറുപ്പത്തിലേ പോയി. അതായത് ഡിമ്പിളിന് 3.5-4 വയസ്സ് 4 വയസ്സ് തികഞ്ഞിട്ടില്ല. ആ സമയത്താണ് അപ്പച്ചൻ്റെ യാത്ര. അപ്പോൾ എന്താ പറയുക, രണ്ടുപേരും അമ്മച്ചിയെ സംബന്ധിച്ച് അമ്മച്ചി എല്ലാം കണ്ട് മക്കളെയും പേരക്കുട്ടികളെയും തക്കുടൂനെ വരെ കണ്ടിട്ടാണ് പോയത്. പക്ഷേ അപ്പച്ചനെ സംബന്ധിച്ച് അപ്പച്ചനെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ പേരക്കുട്ടികളെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മച്ചി. കുറേ പേര് ഇപ്പോൾ പറയും എനിക്ക് എൻ്റെ അമ്മച്ചിയുടെ ചായ എന്ന്. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം അമ്മച്ചിയുടെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാവും. അപ്പോൾ ഇത് അപ്പച്ചനാണ്. അപ്പച്ചൻ്റെ ഇത് മറ്റേ AI ഫോട്ടോ ആണ് കേട്ടോ അപ്പച്ചൻ്റെ. അതുകൊണ്ട് തന്നെ പരിചയമുള്ളവർക്ക് കാണുമ്പോൾ ഇത് തോമാസേട്ടനല്ലല്ലോ എന്നൊരു തോന്നലുണ്ടാവും കേട്ടോ. ഇത് എൻ്റെ ചേച്ചിയും പോയി. അങ്ങനെ എന്താ പറയുക, 3 പേര് ഒന്നിച്ച് അവിടെ ഉണ്ട്. ഇനി ബാക്കി അവശേഷിക്കുന്നത് ഞങ്ങൾ 2 പേരാട്ടോ. ഇത് ഞങ്ങളുടെ പല പ്രായത്തിലുള്ള ഫോട്ടോസാണ്. കുറേ കുട്ടികൾ പറയും ആൻറ്റിയുടെ പോലെയുള്ള ഫോട്ടോസൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറയും. പക്ഷേ എന്തോ കുഞ്ഞിലേ തൊട്ട് അപ്പച്ചന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫോട്ടോസ് എടുക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും ഞങ്ങൾ 3 പെൺമക്കളാണ്. അപ്പോൾ അപ്പച്ചന് ഭയങ്കര എന്താ പറയുക, എല്ലാവർക്കും ആൺകുട്ടികളെ ഇഷ്ടമുള്ള. അപ്പോൾ അപ്പച്ചന് ആൺകുട്ടികളെ ഇഷ്ടമാണെങ്കിൽ പോലും പെൺകുട്ടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ 3 പേരും ഒരുപോലെയായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ചേച്ചി. അക്കി കാല് ഷൂ ഇല്ലാണ്ട് ഉള്ള സമയമാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോളിയോ വന്നതും കാല് ഇങ്ങനെ ഷൂ ഇട്ടതൊക്കെ കേട്ടോ. ആകെ ബോഡി മൊത്തം കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു ചേച്ചിയായിട്ടൊരു Q&A എടുത്തോളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടോക്ക് എടുത്തോളൂ എന്ന്. പറ്റിയെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇത് ഞങ്ങളുടെ പല പ്രായത്തിലുള്ള. ഇത് ഞാൻ ഇവിടെ തൃശ്ശൂർ ഹൈസ്കൂളിൽ വന്നതിന് ശേഷം എടുത്തിട്ടുള്ളത്. ഇത് മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ്, അതായത് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ എടുത്തത്. ഇത് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ എടുത്തത് റോസയുണ്ട്. അങ്ങനെ എന്താ പറയുക, ഇത് 2ാമത്തെ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ. അങ്ങനെ ഇതൊന്നുമല്ല, ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ കണ്ടമാനമുണ്ട്. കാരണം 2ാമത്തെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് പോൾസൺ പേപ്പൻ ഫോട്ടോഗ്രാഫറും കൂടി അല്ലേ, പിന്നെ ഇല്ലാത്ത ഫോട്ടോസ് ഇല്ല. അങ്ങനെ ഇപ്പം ഞങ്ങൾ 2 പേരായിട്ട് അവശേഷിച്ചു. അങ്ങനെ എന്താ പറയുക, ഇനിയിപ്പോൾ എപ്പോഴും ഇപ്പോൾ മാക്സിമം ഞങ്ങൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നാളെ അതായത് ജൂലൈ 17-ാം തീയതി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ചേച്ചിയുടെ അടുത്ത് അപ്പച്ചൻ്റെ ദിവസം പോയ പോലെ തന്നെ ഈ ദിവസം പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് വന്ന് ചേരുക എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുക കേട്ടോ. ഇന്ന് രാത്രിയായപ്പോൾ ചാക്കോച്ചിന് നല്ല പല്ലുവേദനയായിട്ട് മോൾക്ക് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇപ്പോൾ ഡാഡി പറയണ്ടായിരുന്നു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം, ഡോണും ഇല്ലാത്തതാണ്. അപ്പോൾ അവനെ കൊണ്ടുപോയി വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് രാവിലെ തന്നെ പോകാമെന്നാണ്. അപ്പോൾ കുഴിക്കുള്ളി പള്ളിയിലാണ് കുർബാനയ്ക്ക് കാശ് കൊടുത്തേക്കുന്നത്. പോൾസേട്ടനെ കൊണ്ടാണ് ഞാൻ കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല പോകാൻ പറ്റുമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡിമ്പിളും ഇല്ല, പിന്നെ കുട്ടികളെ വിടണം, ആ ഒരു തിരക്കും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു പോക്കും കാര്യങ്ങളും എനിക്ക് തോന്നുന്നില്ല ശരിയാവുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല, സമാധാനത്തിൽ പോകാമല്ലോ. അങ്ങനെ രാവിലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞില്ലേ 17-ാം തീയതി ശരിക്ക് തൊണ്ട ഒന്നും ശരിയായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, ഇടയ്ക്ക് ആ ശബ്ദം കേൾക്കുമ്പോൾ. നാളെ ഒരു കുട്ടി പറയണ്ടായിരുന്നു അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് കേൾക്കാൻ എന്നുള്ളത്. പക്ഷേ ഞാൻ നിർത്തിക്കുട്ടി ചെയ്യുമ്പോൾ അത്രയും സമയം പോകും. ഇന്നാന്ന് വെച്ചാൽ കുറേ ലേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് കാണാം എത്ര മണിയായി എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നാളെ പോകണമെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇപ്പം നല്ല തിരക്കുള്ള സമയം. അപ്പം ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ട്, നമുക്കിപ്പോൾ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് ഇന്ന കാര്യത്തിന് പോകേണ്ടതുകൊണ്ട് എനിക്കത് നാളെ അയക്കാൻ പറ്റില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്നോട് പെരുമാറിയിട്ടുള്ളവർക്കറിയാം, പറഞ്ഞ ദിവസം തന്നെ പറഞ്ഞ കൈകളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ 3 പേരും മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ. എന്നാൽ ഡാഡി ആ വീണ ദിവസം മാത്രമാണ് ഞാൻ 1-2 പേർക്ക് എനിക്ക് മെസ്സേജ് അയക്കേണ്ടി വന്നത്. പക്ഷേ പിറ്റേ ദിവസം, കാരണം ആ കൊണ്ടുപോകുമ്പോഴാണ് ഡാഡിക്ക് ഉണ്ടായത്. അപ്പോൾ പിറ്റേ ദിവസം
ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇതാ അയക്കുകയാണ്. കുറേ പേര് പറഞ്ഞു സാരല്ല ആൻറ്റി പിന്നെ മതി എന്ന്. പക്ഷേ ഞങ്ങളെല്ലാവരും പിറ്റേ ദിവസം തന്നെ അത് പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ. അതായത് പറ്റാവുന്ന പോലെ നമ്മൾ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇല്ലാത്തപ്പോൾ മാത്രമല്ലേ നമുക്കതിനൊരു ഗ്യാപ്പ് വരുത്തേണ്ട കാര്യമുള്ളൂ. അങ്ങനെ രാവിലെ ഇന്ന് നൂലപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ പാച്ചുവിന് മറ്റേ എഗ് വൈറ്റ് മാത്രമേ കഴിക്കുള്ളൂ, അത് കൊടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ മഞ്ഞ ഇതുള്ളത് കൊണ്ട് ഞാൻ അതാണ് കഴിച്ചത്. മുട്ട ഞാൻ വേഗം പകർത്തി അവിടെ വെച്ചു, കാരണം പിന്നെ കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പുതിയ ലോക്കറ്റുകളാണ്. അതായത് വെറുതെ ഗോൾഡ് മാത്രം, സ്റ്റോൺസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തത്. അതുകൊണ്ട് തന്നെ കല്ല് വെച്ച ലോക്കറ്റിനേക്കാൾ വില കുറവാണ് ഇങ്ങനെയുള്ള ലോക്കറ്റുകൾ കേട്ടോ. ഗോൾഡൻ മാത്രമുള്ള സംഭവങ്ങൾ. ഇത് മാറ്റ് ഫിനിഷായിട്ടും നമുക്ക് പ്ലേറ്റ് ചെയ്യാം, സാധാരണയിലും പ്ലേറ്റ് ചെയ്യാം. ഇത് ഒക്കെ പ്ലേറ്റ് ചെയ്യാത്തതാണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളിങ്ങനെ കാണിക്കുന്ന ഓർണമെൻറ്റ്സ് ഒന്നും പ്ലേറ്റ് ചെയ്തതല്ല. ചിലത് മാത്രം, അതായത് പാക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്ന ഓർണമെൻറ്റ്സ് മാത്രമാണ് പ്ലേറ്റ് ചെയ്തത്. ഇതൊന്നും പ്ലേറ്റ് ചെയ്ത ഓർണമെൻറ്റ്സ് അല്ല കേട്ടോ. അത് ഞാൻ വീണ്ടും പറയുകയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അതുപോലെ തന്നെ കുറേ പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നുണ്ട് നമ്മളുടെ ഓർണമെൻറ്റ്സിൻ്റെ കാര്യം. അപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ചില സമയത്ത് ഫാൻസി ഓർണമെൻറ്റ്സിൻ്റെ വിലയാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ സംസാരിക്കുക. അവസാനം പറയുമ്പോഴാണ് അവർക്കത് മനസ്സിലാവുക ഇതല്ല എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ അറിവിലേക്ക് പറയുകയാണ്, നമ്മളുടെതൊക്കെ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആണ്. അതും ഫസ്റ്റ് ക്വാളിറ്റിയിൽ പ്ലേറ്റ് ചെയ്യുന്നതാണ്, വേറെ ഒന്നിലുമല്ല. പിന്നെ ആവശ്യക്കാർക്ക് മാത്രം 1 ഗ്രാമിൽ നമ്മൾ പ്ലേറ്റ് ചെയ്ത് കൊടുക്കും. 1 ഗ്രാമിൽ പ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഗ്യാരണ്ടി കാർഡും കൂടി കൊടുക്കും കേട്ടോ. മറ്റേതിനൊന്നും നമ്മൾ ഗ്യാരണ്ടി കാർഡായിട്ട് കൊടുക്കില്ല, നമ്മൾ തന്നെയാണ് ഗ്യാരണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുട്ടയുടെ ഉണ്ണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കഴിച്ചതെന്ന്. ബാക്കി എന്താ പറയുക, കറി ഞാനൊരു പാത്രത്തിലാക്കി മാറ്റി വെച്ചു. എനിക്കൊരു സംശയം, എഡിറ്റ് ചെയ്തപ്പോൾ ഇത് 2 വട്ടം വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. സാരമില്ല, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ആദ്യം മുട്ടയും ഇതൊക്കെ കൊണ്ടുപോയെങ്കിലും പിന്നെ കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്കത് വേണം തോന്നിയില്ല. അപ്പോൾ ഞാൻ ആ കറിയുടെ കൂടെ മുട്ടയും കൂടി അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. സാധാരണ ഒരു ദിവസം 2 മുട്ട ഞാനായാലും ഡാഡി ആയാലും കഴിക്കാറുണ്ട്. അതുപോലെ കുട്ടികൾക്കായാലും അത് മാക്സിമം മുട്ട കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞത് ഈ ഡാഡിക്ക് ശരിക്കും ഉച്ചയായി. ഞാൻ കാലത്തത്തെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം കുറേ ലേറ്റായി. അപ്പോൾ പരിപാടികൾ ഞാൻ പറഞ്ഞില്ലേ, മുട്ടക്കറി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിൽ പകർത്തി നമ്മുടെ ഇടിയപ്പം ഉണ്ടായിരുന്നത്, അതായത് നൂലപ്പം, നമ്മൾ നൂലപ്പം എന്നാണ് പറയുക, ആ നൂലപ്പം ഉണ്ടായിരുന്നത് ഒരു പാത്രത്തിലാക്കി നേരെ ഫ്രിഡ്ജിൽ വെച്ചു. കാരണം നാളികേരപ്പാലിൽ ഉണ്ടാക്കിയിട്ടില്ല മുട്ടക്കറി, നല്ല കറിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഡിവൈനൊന്ന് പുറത്തേക്ക് പോകാണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ പുറത്തേക്ക് പോയി. അപ്പോൾ ഉച്ചകാലത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. കാരണം എല്ലാതും ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, അതൊന്നും എടുത്ത് ചൂടാക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ ഡിവൈൻ പോയോട് കൂടിയിട്ട് ഡാഡിയും പുറത്ത് പോയേക്കാണ്. ഞാൻ വേഗം എൻ്റെ ബാക്കി പരിപാടികൾക്ക് വേണ്ടിയിട്ട് നിന്നു കേട്ടോ. കാരണം എനിക്ക് കണ്ടമാനം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം കിച്ചണും കാര്യങ്ങളൊക്കെ ഒതുക്കി ഉച്ചയിലത്തെ കാര്യങ്ങളും ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒറ്റ ഇരിപ്പിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കാലത്ത് എണീറ്റിട്ട് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു സുഖമില്ല. പിന്നെ ഇന്ന് നല്ല വെയിലുണ്ട്, ചൂടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ഒന്ന് വശത്ത് ഫ്രണ്ടിൽ കുറച്ച് നേരം ഒന്ന് നടന്നു കേട്ടോ. പിന്നെ ഇന്നലെയൊക്കെ ഓൾറെഡി നനച്ച കാരണം പിന്നെ ഞാൻ നനയ്ക്കാൻ നിന്നില്ല. ഞാൻ ഒന്നരാടാണ് നനയ്ക്കുക കേട്ടോ, ഫ്രണ്ടിൽ ആ കാർ പോർച്ചിൻ്റെ വശത്തൊക്കെ. അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കയ്യോടെ വാഷിംഗ് മെഷീനിൽ തുണികളിട്ടിട്ടാവാം ബാക്കി പരിപാടി. തുണികളിട്ടെങ്കിലും കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക, അടുത്ത പണിയിലേക്ക് ഏർപ്പെടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരം നടന്നു എന്ന് പറഞ്ഞില്ലേ, നടന്നു വന്ന് വരുമ്പോഴേക്കും കറണ്ട് വന്നു. അപ്പോൾ ഞാൻ വേഗം ഡിമ്പിളുടെ റൂമിലേക്ക് ഒന്ന് കടന്നു, വാതിലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിട്ടു. കാരണം നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മുടെ മുറിയിൽ വല്ല ഈ വർഷക്കാലം ആകുമ്പോൾ ഒരു പുഴുക്കത്തിൽ ഒരു നനവിൻ്റെ ഒരു മണം ഉണ്ടാവും. അപ്പോൾ അത് പോകാനായിട്ട് ഈ നല്ല വെയിലുള്ള സമയത്ത് ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് എന്താ പറയുക, നല്ല ഒരു ഇത് കിട്ടും. അതായത് ആ കൂറമണമൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെങ്ങനെ ഫ്രഷ്നർ വെച്ചാലും എങ്ങനെ വന്നാലും ആ വെയിലിൻ്റെ ആ അടിയേറ്റിട്ട് പോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ജനലുകളും കാര്യങ്ങളൊക്കെ തുറന്നിട്ടു. അപ്പോൾ ബെഡ്റൂമിലത്തെ ജനൽ ഞങ്ങൾ തുറക്കാറില്ല കേട്ടോ. കാരണം അങ്ങേ സൈഡിൽ നമ്മൾ സാധനങ്ങൾ ഡംപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെയും ഡിമ്പിളിൻ്റെയും ബെഡ്റൂമിൻ്റെ ജനൽ തുറന്നാൽ വല്ലത് അരിച്ച് കയറി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനത് തുറക്കാറില്ല. പിന്നെ ഫുൾ ടൈം ഈ AC ഇടുന്ന കാരണം ജനലുകൾ അങ്ങനെ അധികം തുറക്കാറില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ പണികൾ കഴിച്ച് വന്നപ്പോഴേക്കും കറണ്ട് വീണ്ടും വന്നു.
ഇനി ഒരു 3 മിനിറ്റും കൂടി ഉള്ളപ്പോഴേക്കും കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ തുണി തോരയിട്ടിട്ടാവാം. അപ്പോൾ 2 പേരും ഇല്ല, ആരും ഇല്ല വീട്ടിൽ. അപ്പോൾ ഞാൻ വേഗം വാതിലൊക്കെ കുറ്റിയിട്ടതിന് ശേഷം തുണികൾ തോരയിടാനായിട്ട് നിന്നു. അപ്പോൾ എൻ്റെയും പാച്ചുവിൻ്റെയും ഡാഡിയുടെയും മാത്രമേ ഉള്ളൂ. ബാക്കി പോണ വരെയുള്ളത് വാഷ് ചെയ്തിട്ടാണ് ഡിംപിൾ പോയിട്ടുണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ഞാൻ മടക്കിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വന്നതിന് ശേഷമുള്ള പരിപാടികൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നാളേക്കാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നാളെ ഈ പള്ളിപ്പോക്കും കാര്യങ്ങൾ, ഇനിയിപ്പോൾ പള്ളിപ്പോക്ക് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. എല്ലാം കൂടി ആകുമ്പോൾ ചിലപ്പോൾ അത് നടന്നു എന്ന് വരില്ല. അപ്പം ഞാൻ വിചാരിച്ചു നാളേക്ക് വെക്കേണ്ട. സംഭവം നിങ്ങൾ നോക്കിയറിയാം, വളരെ കുറച്ചുള്ളൂ ഉള്ളതും. പാച്ചുവിൻ്റെയാണ് അധിക ഭാഗമുള്ളത്. കാരണം വീട്ടിലിടുന്നതും പോണതും സാധാരണ ഡിംപിൾ ഹാൻഡ് വാഷാണ് ചെയ്യാറ്. പക്ഷെ ഞാൻ അതിലൊന്നും നിന്നില്ല കേട്ടോ. ഞാൻ വാഷിംഗ് മെഷീനിൽ തന്നെ ഇട്ടത്. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് തോരയിട്ടു. അപ്പോൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ കഴുകിയില്ല. കാരണം കൂടെ ഓൾറെഡി കഴുകി. ഇവിടെയും കൂടി കഴുകി കഴിഞ്ഞാൽ അവർക്ക് കയറി കിടക്കാൻ പറ്റില്ല. അപ്പോൾ വെയിലായതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വർഷക്കാലത്തേക്കാളും ഇഷ്ടം വേനൽക്കാലമാണ് കേട്ടോ. സംഭവം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വേനൽക്കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട കാര്യങ്ങൾ ഇട്ട് കൊടുത്ത് എടുക്കും. വർഷക്കാലമാകുമ്പോൾ എന്താ പറയുക, പട്ടികളായാലും അവർ നനഞ്ഞ് ആകെ ഒരു വൃത്തികേടാവും. നമ്മൾ അകത്തേക്ക് എങ്ങനെ വന്നാലും ചളി ചവിട്ടി കയറും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മളുടെ പട്ടികളുടെ പാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാനതെപ്പോഴും കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്താണ് ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മറ്റേ ഡിഷ് വാഷും ഇതൊഴിച്ചിട്ട് അവിടെ ഇടും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരു ഉച്ച കഴിയുമ്പോൾ അത് കഴുകി നേരെ കമത്തി വയ്ക്കും. വൈകുന്നേരം ആകുമ്പോൾ അവരുടെ ഭക്ഷണം കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും വെള്ളവും കാര്യങ്ങളൊക്കെ വറ്റിയിട്ടുണ്ടാവും. പിന്നെ അവിടെ നിന്ന് ഞാൻ നമ്മുടെ കറികൾ എടുത്ത് പുറത്തേക്ക് വെച്ചു. കറികൾ എന്ന് പറയാനായിട്ട് മോരടിച്ചതിരിക്കുന്നുണ്ട്, മോര് കറി ഇരിക്കുന്നുണ്ട്. പിന്നെ ഡിവൈനന്ന് മുട്ടയും ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ചീര ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിരിക്കുന്നുണ്ട്. അച്ചാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഞാനും ഡാഡിയും മാത്രമേ ഉള്ളൂ. ഡിവൈനും ഡോണും ഇല്ല, ഡിംപിളൊന്നും ഇല്ല. പിന്നെ ഈ 3 പേർക്ക് വേണ്ടിയിട്ട് വെറുതെ എന്തിനാ ചോറ് വെച്ചിട്ടുണ്ട് ഡിവൈൻ. അപ്പോൾ ഞാൻ വേഗം അത് മാത്രം കാര്യങ്ങൾ ഉച്ചയിലത്തേക്ക് കഴിക്കാനുള്ള സംഭവങ്ങൾ മാത്രം എടുത്ത് പുറത്തേക്ക് വെച്ചു കേട്ടോ. അപ്പം മാങ്ങച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ചേച്ചിയോടന്ന് കൊണ്ടുവന്ന മാങ്ങച്ചാറുണ്ടായിരുന്നു കേട്ടോ, അതും കഴിഞ്ഞു. അങ്ങനെ എന്താ പറയുക, ഇതാണ് കേട്ടോ ലിറ്റിൽ ജോയ്സിൻ്റെ ബോട്ടിൽ. നിങ്ങൾ ഷെയ്ക്ക് കുടിക്കണമെന്ന് പറയുമ്പോൾ കുറേ പേർക്ക് ഒരു ആശയക്കുഴപ്പമുണ്ട്. രാവിലെ കുട്ടികൾക്ക് എന്താ ഈ ഷെയ്ക്ക് കൊടുക്കണേന്ന്. അത് ഷെയ്ക്ക് എന്നല്ല, അത് ഒരു പൗഡറാണ് കേട്ടോ, കുട്ടികൾക്കുള്ള പ്രോട്ടീൻ പൗഡറാണ്. അപ്പോൾ അത് ഷെയ്ക്ക് എന്ന് പറയുക. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ കണ്ടമാനം പരസ്യവും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അങ്ങനെ 12 മണിയാകുമ്പോഴേക്കും കിച്ചണിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പപ്പടവും വറുത്ത് ഞാനൊരു ചെപ്പിലാക്കി വെച്ചു. അതുപോലെ തന്നെ കുറച്ച് കട്ട്ലേറ്റിലേക്ക് ഞാൻ വെജിറ്റബിൾസും കിഴങ്ങും അതും ഇതൊക്കെ ആയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കണ നേരത്ത് ഒരു മുട്ടയും കൂടി അടിച്ചിട്ട് അതുകൊണ്ട് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ ഡാഡി തോമൂനെ കൊണ്ടുവരാൻ പോയി. തോമൂനെയും കൊണ്ടുവന്നു. അതോടുകൂടി ഡിവൈനും വന്നു. അപ്പോൾ തോമു എനിക്ക് ചോറും പാത്രം കാണിച്ചു തരാം, ഫുൾ കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക് കേട്ടോ. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ട് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ മിണ്ടില്ല മൂപ്പര് കേട്ടോ. ഒരുവിധം ദിവസമൊക്കെ ഇപ്പോൾ നല്ല കുട്ടിയായിട്ട് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നിങ്ങൾ വിചാരിക്കും ആൻറ്റിക്ക് വേറെ പണിയൊന്നുമില്ലെന്ന്. സത്യം പറഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ പരിപാടികൾ കേട്ടോ. കാരണം ഈ പറഞ്ഞ പോലെ ഫോട്ടോസ് എടുത്ത് ഓരോ കസ്റ്റമേഴ്സിൻ്റെ റീസെല്ലേഴ്സിനെ എത്തിച്ചാലേ അവരതിൽ നിന്ന് ഇത് ഇത്രണ്ണം എന്ന് പറയുമ്പോൾ നമുക്കത് അയക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ മെനക്കെട്ടിരിക്കാണ്ട് പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് എനിക്ക് സ്വസ്ഥമായിട്ട് ഇട്ടെറിഞ്ഞിരിക്കാം. പക്ഷേ കുട്ടികൾക്ക് അത് പറ്റില്ല. ഡിംപിളിനായാലും ഡിവൈനായാലും അവർക്ക് അവരുടേതായ കിടാങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മളെ സംബന്ധിച്ച് ആ പരുവമൊക്കെ കഴിഞ്ഞ കാരണം എന്തെങ്കിലും അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുക, കഴിക്കുക, ഇല്ല പറ്റാത്തതുണ്ടെങ്കിൽ വേറെ വല്ലതും എടുത്ത് വയ്ക്കുക, കഴിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ കുറേ നടക്കണം. പക്ഷേ നടക്കാനുള്ള ഒരു അവസരം കിട്ടാറില്ല. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് നേരം നടന്നു കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കറണ്ട് പോയി, അതിൻ്റെ ഇടയിൽ നിന്ന് കറണ്ട് പോയപ്പോൾ പിന്നെ വാഷിംഗ് മെഷീനിൽ സമയം ചുറ്റി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് വെയിലും കൊള്ളാം, നല്ലതല്ലേ. ഒരു എന്താ പറയുക, എപ്പോഴും അകത്തിരിക്കുമ്പോൾ വലിയ സുഖമില്ലല്ലോ. പണ്ടെന്ന് പറഞ്ഞാൽ മുമ്പെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പുറത്തേക്ക് പോകുന്ന ആളാണ്. ഇപ്പം ഞാൻ കുറേ നാളുകളായിട്ട് അങ്ങനെ പള്ളിയിലേക്ക് പോവും, അങ്ങനെ പോരുന്നല്ലാണ്ട് വേറെ യാത്രയൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മുടെ പാച്ചുട്ടനും എത്തി. അപ്പോൾ പാച്ചുട്ടൻ മിടുക്കനായിട്ട് തന്നെയാണ് വന്നേക്കണേ. ഒരു ചോദ്യവും ഇല്ല കേട്ടോ അവന്. ഞാൻ അത്ഭുതപ്പെടുകയാണ്, എന്താണ് ഈ കുട്ടി
ഡിംപിൾ കേട്ടാൽ സങ്കടമാവും ചിലപ്പോൾ. കാരണം ഒരു വട്ടം പോലും അവൻ അമ്മയെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. അമ്മയെക്കുറിച്ചെന്നല്ല, അമ്മയെക്കുറിച്ചോ അപ്പയെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഒന്നിനെക്കുറിച്ചോ അവൻ ചോദിച്ചിട്ടില്ല. അവൻ സംഭവം ഭയങ്കര എന്താ പറയുക, മെച്യൂരിറ്റിയുള്ള കൂട്ടത്തിലാണ്, മെച്ചുവേർഡാണ്. എങ്കിലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു കാര്യം രാത്രിയിൽ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിംപിളിനെ എണീക്കുമ്പോൾ അവനൊപ്പം എണീക്കും, അമ്മ കൂടെ കിടക്കണം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ അതുപോലെ ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇത് എന്താ പറയുക, ഒന്നിനെക്കുറിച്ചും അവനൊരു ചിന്തയില്ല. വരും, ഡിവൈൻ കൊടുക്കണ ഭക്ഷണം വയറ് നിറച്ച് കഴിക്കും, വേറെ ഒരു ശല്യത്തിനും നിൽക്കില്ല. എൻ്റെ അടുത്ത് വരും, എന്നോട് എന്തെങ്കിലും സ്കൂളിലത്തെ വിശേഷവും കാര്യങ്ങളും പറയും. കുളിക്കാറാകുമ്പോൾ ഡാഡിയുടെ അടുത്തേക്ക് ചെല്ലും, ഡാഡിയാണ് കുളിപ്പിക്കുക. ഡാഡി കുളിപ്പിച്ച് ഡ്രസ്സ് മാറി അവർ രണ്ടുപേരും കിടന്നുറങ്ങും. അല്ലാണ്ട് അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നങ്ങളും അവനില്ല കേട്ടോ. കുറുമ്പുണ്ട്, ഞാൻ പറഞ്ഞു, അത് വരുമ്പോൾ കാണാം. അമ്മയില്ലാത്തതിൻ്റെ നമ്മൾ കൊഞ്ചിക്കൽ, അതായത് ഒന്നും നോ പറയുന്നില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡാഡിയാണ് പിന്നെയും അവനെ ഒന്ന് വഴക്ക് പറയും. ഞങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടില്ല. കാരണം ഏതെങ്കിലും കാരണവശാൽ കുറുമ്പെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അവന് ഫോൺ വേണം. അതായത് അമ്മയുള്ളപ്പോൾ അങ്ങനെ കൊടുക്കാറില്ല. ഇപ്പോൾ ചോദിച്ചാൽ കിട്ടുമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കും അവൻ ട്ടോ. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് ഇവിടെ ഒതുക്കലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഓരോ പ്രാവശ്യം ഓരോന്ന് എടുക്കുമ്പോഴും അതനുസരിച്ച് ബോക്സുകൾ വലിച്ചിടേണ്ടി വരും, അതുപോലെ ഒതുക്കി വെക്കേണ്ടി വരും. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് വീട്ടിൽ വന്ന് സാധനങ്ങൾ എടുക്കട്ടെ എന്ന്, അതായത് റീസെല്ലേഴ്സ്. ഞാൻ ഇന്ന് വരെ സമ്മതിച്ചിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പുറത്ത് ഡാഡി കൊടുക്കണത് കൊടുക്കും, പക്ഷേ ഞാനോ കുട്ടികളോ വീട്ടിൽ വന്ന് കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് പല സാധനങ്ങളാവും വേണ്ടി വരിക. അപ്പം നമ്മളിവിടെ ഇരുന്നിട്ട് ഒരു ബോക്സ് തുറന്ന് ഒരെണ്ണം എടുക്കുമ്പോഴേക്കും അടുത്ത ഒരു ബോക്സ് എടുത്ത് അടുത്തത് വലിച്ചിട്ടുണ്ടാവും. ഇവർ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നാ പറയുക, ഒരു മാസം എടുത്താൽ തീരാത്ത അത്ര പണികളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു മുട്ടയും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കിയെന്നുള്ളത്. പാച്ചുവിന് ഭയങ്കര ഇഷ്ടമായി. ഞാനിത് രാത്രി കുട്ടികൾക്ക് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒക്കെ ചെയ്ത് വെച്ചത്. പക്ഷേ ചാക്കോ ഒന്ന് പല്ലുവേദനയായിട്ട് നേരത്തോടെ കയറിപ്പോയിട്ടാണ്. പാച്ചു ഇത് കഴിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. പിന്നെ അവൻ കഞ്ഞി കുടിക്കാനൊന്നും നിന്നില്ല. ഇന്ന് കഞ്ഞിയായിരുന്നു രാത്രിയിൽ കേട്ടോ. അങ്ങനെ ഉച്ചയിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ ചോറ് കൊടുക്കലും. അപ്പോൾ ഡിവൈൻ പാച്ചുവിന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അതായത് ബിരിയാണി ട്രഡീഷണൽ ബിരിയാണി അല്ല, അവന് ആ റൈസും ആ മസാലയൊക്കെ കൂട്ടിയ ഇഷ്ടമാണ്. അപ്പോൾ ഡിംപിൾ പലതരം റൈസാണ് അവന് ഉച്ചയ്ക്ക് അവൻ വരണ നേരത്ത് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറ് പതിവിട്ട. ചോറ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതില്ല, അവൾ അപ്പം വേവിക്കുക ചെയ്യുക, ഒരു തുണ്ടെടുത്ത് കുക്കറിലിടല്ലേ വേണ്ടും. അപ്പോൾ അത് തന്നെ അപ്പോൾ ഡിവൈനും കൊടുക്കണത് കേട്ടോ, അവനെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട്. അതാകുമ്പോൾ അവൻ വയറ് നിറച്ച് കഴിക്കും. ഇപ്പോൾ ചോറാണെങ്കിൽ മീൻ വറുത്തത് ഉണ്ടാക്കിയാലും മതി, ഭയങ്കര ഇഷ്ടമാണ് മീൻ വറുത്തത്. പിന്നെ ചിക്കനോടൊന്നും വലിയ ഇഷ്ടം കണ്ടിട്ടില്ല ഞാൻ. എന്താ പറയുക, ഫിഷ് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ കിയ കിടന്ന് ഉറക്കം കണ്ടു. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ്. അതായത് എല്ലാം മറന്നുറങ്ങണം. അപ്പോൾ ആ സ്റ്റൈൽസുമേ നല്ല തണവുണ്ടാവുമല്ലോ, അതുമ്മ തല വെച്ചിട്ട് കിടന്നുറങ്ങും. വലിയ ആൾക്ക് നമ്മൾ കൈയൊക്കെ വെച്ച് കിടക്കില്ലേ, അതുപോലെ. അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് അതിൻ്റെ ഒരു കള്ളി ശരിക്കും ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഡാഡീനെ വിളിച്ച് അതോടുകൂടി ആ കള്ളി ഒന്ന് വൃത്തിയാക്കി ഞാൻ. ഒന്നുമില്ല കേട്ടോ, എല്ലാ ആഴ്ചയും ഇവർ വെക്കണ കാരണം ഈ ഭാഗം എപ്പോഴും ക്ലീനാണ്. പിന്നെ അതിൻ്റെ മറ്റേ ഷീറ്റും നല്ലതാണ്. ഇപ്പുറത്തെ ഷീറ്റ് റബ്ബർ ഷീറ്റാണ്, നിറച്ച് കള്ളികളുള്ളതാണ്. അപ്പോൾ അഴുക്കിയിരിക്കും. ഇത് തുടയ്ക്കാൻ നല്ല സുഖം. ഇങ്ങേ വശട്ടാണ്, ടേബിൾ മാറ്റാണ് ശരിക്കും. അങ്ങനെ ആ ഭാഗവും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉച്ചയിലത്തെ പരിപാടികൾ കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നേരം പോയിട്ട് കിടക്കാം. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ 3 മണിയായിട്ടുള്ളൂ. അപ്പോഴേക്കും 1-2 ഓർഡേഴ്സും കാര്യങ്ങളും വന്നു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതും കൂടി കഴിഞ്ഞിട്ട് കിടക്കാം. കിടക്കുമ്പോൾ സ്വസ്ഥതയിൽ കിടക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കാൻ വന്നു. കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. വിശ്വാസം എന്നത് ചെറിയൊരു വാക്കാണ്. വായിക്കുവാൻ ഒരു നിമിഷം മതി, ചിന്തിക്കുവാൻ 1 മിനിറ്റ് മതി, മനസ്സിലാക്കുവാൻ 1 ദിവസം മതിയാവും. പക്ഷെ അത് തെളിയിക്കാനും നേടിയെടുക്കാനും ഒരു ജീവിതം തന്നെ മതിയാകില്ല. കറക്റ്റാണ് ആ പറഞ്ഞത്. നമ്മൾക്ക് ഒരാളിൽ ഒരു വിശ്വാസം നമുക്ക് വരണമെങ്കിൽ ശരിക്ക് മരിക്കോളം നമ്മൾ, എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. പെട്ടെന്ന് ഒരാളെ അങ്ങനെ പെട്ടെന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ. സംഭവം അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുമെങ്കിൽ പോലും എന്തോ എനിക്ക്
എല്ലാവരെയും അങ്ങോട്ട് ഞാൻ കണ്ണടച്ച് അങ്ങനെ വിശ്വസിക്കാറില്ല. അങ്ങനെ എന്താ പറയുക, ഉച്ചയിലത്തെ പരിപാടികൾ കഴിഞ്ഞ് ഒന്ന് കുറച്ച് നേരം കിടന്നു, എണീറ്റു. ദേ വന്നു നമ്മുടെ ചാക്കോച്ച. ഈ സമയത്തൊക്കെ അവൻ നല്ല ഉഷാറാട്ടോ, ഒരു കുഴപ്പമില്ല. മൂപ്പര് പറയാറില്ല, അവൻ തന്നെ തിന്നും, ഫോർക്ക് വെച്ച് തന്നെ തിന്നും. പാച്ചുവിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് വായിൽ വെച്ച് കൊടുത്താൽ മൂപ്പര്, അല്ലെങ്കിൽ മടിയാണ്, ഒരെണ്ണം വെച്ചിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ അവന് ഒപ്പം നമ്മൾ വാരി ഇങ്ങനെ ഫോർക്കിൽ കൊടുക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചായയും ഇപ്പോൾ കുഴലപ്പം തിരുണാണ്ടപ്പം ചാക്കോച്ചന് കുഴലപ്പം മതി. എനിക്ക് തോന്നുന്നു അത് കടിച്ചിട്ടാണോ എന്തോ എനിക്കറിയില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് പല്ലുവേദന വന്നു. ഇല്ല, ചോറുണ്ട് കഴിഞ്ഞിട്ടുണ്ട്. രാത്രി അവൻ കഞ്ഞി കുടിച്ചു എന്ന് തോന്നുന്നുണ്ട്. അതോട് കൂടിയിട്ടാണ് തുടങ്ങിയത്. എപ്പോഴോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പല്ലുവേദന. പിന്നെ എന്താ പറയുക, രാത്രി നേരമാണ്. പിന്നെ കുട്ടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് മരുന്നും കാര്യങ്ങളൊന്നും, പാരസെറ്റാമോളാണ് പാച്ചുവിനായാലും കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ കൊടുത്തു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ രാത്രി ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ നോക്കുമ്പോഴും മുകളിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഡാഡി പോയി നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, നാളെ എന്തായാലും ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നാളത്തെ യാത്രയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, നമ്മളൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം അമ്മച്ചിയുടെ കുർബാന ചെല്ലിക്കണേനെ ഞാൻ ആദ്യം വിചാരിച്ചത് നേരെ പള്ളിയിലേക്ക് പോവാം. അത് കഴിഞ്ഞ് അവിടെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് പതുക്കെ അവിടെ നിന്ന് അക്കിരോടിക്ക് വരാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അന്നും ഒക്കെ തകിടം മറിഞ്ഞു. ഞാൻ നേരെ അക്കിരോടിക്ക് പോവുക ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ ടൗണിലേക്ക് പള്ളിയിലേക്ക് ഒന്നും പോകാൻ നിന്നില്ല. മുമ്പ് എൻ്റെ മനസ്സിലെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പള്ളിയിലേക്ക് വന്നാൽ, അപ്പോൾ 2 പേർക്കും കൊഴുക്കുള്ളിയിൽ പള്ളിയിലാണ് ഞാൻ കാശ് പോൾസൈഡിനെ കൊണ്ട് കൊടുപ്പിക്കുക ചെയ്തത്. അപ്പോൾ ഞാൻ എപ്പോഴും, ഞാൻ പറഞ്ഞില്ലേ ഇന്നാളൊരു കുട്ടി പറഞ്ഞു എന്ന്, അപ്പം ഞാൻ ഓർത്തത് മറ്റേത് എല്ലാ മാസവും ഞാൻ പോയിട്ട് ഓരോരുത്തരുടെയും പേര് എഴുതി കൊടുത്ത് ആ പേര് മറ്റേ അപേക്ഷയിൽ ഇട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ നാളുകളായിട്ട് അങ്ങനെ ഇല്ലാണ്ട് ഒരുമിച്ച് 5 ഒറ്റ കുർബാന അല്ലെങ്കിൽ 5 പാട്ട് കുർബാന അങ്ങനെ പറഞ്ഞിട്ടാണ് കൊടുക്കണേ. അപ്പോൾ അത് എനിക്കെന്തോ, അതുകൊണ്ട് എനിക്കൊരു മനസ്സിനൊരു വിഷമം. നമ്മൾക്ക് ഒരു തെറ്റ് പറ്റുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് തരുമ്പോൾ ചെറിയ കുട്ടികളായാലും ചില കാര്യങ്ങൾ അതിൽ ഇതുണ്ടാവും. അപ്പോൾ ആ മോളെന്നോട് പറഞ്ഞത് ഇതാ, അതിൻ്റെ ഓരോരുത്തരുടെയും പേരെഴുതി കൊടുക്കണതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം കുറച്ച് കാശ് അവിടെ കൊടുത്ത് ചെല്ലിക്കാൻ കൊടുക്കുകയെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ അവർക്ക് സങ്കടമാവും. കാരണം നമ്മൾ ഒരു പ്രാവശ്യം എല്ലാ മാസവും ഓരോ ദിവസം നമ്മളെയൊക്കെ ഓർക്കണമെന്ന് വിചാരിക്കുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ടും എനിക്കും തോന്നി ശരിയാണെന്ന്. അപ്പോൾ ഞാൻ ഈ മാസം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അടുത്ത മാസം തൊട്ട് ഞാൻ വിചാരിച്ചു, പണ്ടല്ല, ഒരു വർഷമായി ആവണുള്ളൂ അങ്ങനെ ആയി തുടങ്ങിയിട്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു എല്ലാ ചൊവ്വാഴ്ചയും പറഞ്ഞ പോലെ ലത്തീംപള്ളിയിലോ അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലത്തെ ഓഫീസ് ടൈം എനിക്കറിയില്ല. ലത്തീംപള്ളിയിൽ എന്താ ഉപകാരം എന്ന് വെച്ചാൽ എപ്പോഴും 5 മണി വരെ അവിടെ ഓഫീസിൽ ആൾ പുറത്ത് തന്നെയുണ്ട്. അപ്പം നമുക്കത് എന്തിനും അവിടെ പോകാനും ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. നമ്മുടെ പള്ളികളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, ഓഫീസ് എത്ര നേരം ഉണ്ട്, എങ്ങനെയുണ്ട്, പിന്നെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറി വന്നിട്ടൊക്കെയല്ലേ. അപ്പം അത് എപ്പോഴും എനിക്കത് ശീലമില്ലാണ്ടാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ലത്തീംപള്ളിയാണ് എനിക്ക് പരിചയം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത മാസം തൊട്ട് അങ്ങനെ ആളുടെ പേര് എഴുതി കൊടുത്ത് അതുപോലെ എല്ലാവരുടെയും പേരിൽ നൊവേനയൊക്കെ ചൊല്ലി അത് രണ്ടാമത് ഒരു 6-7 മാസമായിട്ടുണ്ടാവും. അത് അങ്ങനെ ആ ഒരു ശീലം മാറ്റിയിട്ട് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ അവിടെ പോകുമ്പോഴാണ് കൊടുക്കാറ്. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, ആളാം വീതം. ഇപ്പം നമ്മൾ പറയില്ലേ, ഒരു വീട്ടിലേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് എല്ലാവരും കൂടി എടുത്തോട്ടാ എന്ന് പറയണതും ആളാം വീതം ഓരോന്ന് കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും ഭയങ്കര സന്തോഷമാവില്ലേ. അപ്പോൾ എനിക്ക് മോള് പറഞ്ഞപ്പോഴാണ് എനിക്കത് എൻ്റെ മനസ്സിൽ തോന്നിയത് കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി ഒരു പാക്കറ്റ് മിഠായി കൊടുക്കണതും 3 പേരുടെ കയ്യിലും ഓരോന്ന് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തെ ചിരിയും രണ്ടും രണ്ടല്ലേ. അപ്പോൾ അതുപോലെ മരിച്ചവരായാലും അവരും നമ്മളെ ചിലപ്പോൾ കാത്തിരിക്കുന്നുണ്ടാവും. നമ്മൾ അവരുടെ പേര് ചൊല്ലി എഴുതുന്നതും ഒക്കെ അവരും ശ്രദ്ധിക്കല്ല, അവരത് പ്രതീക്ഷയോട് കാത്തിരിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഈ 6 മാസം പോയി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഓർമ്മ വെച്ച കാലം തൊട്ട് പണ്ടൊക്കെ അപ്പനും അമ്മയ്ക്കായിരുന്നു. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. കൃത്യമായിട്ട് അപ്പച്ചനും അമ്മച്ചിയും മരിച്ചവർക്ക് വേണ്ടിയിട്ട് കുർബാന ചൊല്ലിക്കും. അതെപ്പോഴും അങ്ങനെയാണ്. ആൾ ചൊല്ലി വെച്ചിട്ട് ഒരെണ്ണം സകല മരിച്ചവർക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം എക്സ്ട്രാ ചൊല്ലിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് 5 പേർക്ക് എന്ന് പറഞ്ഞിട്ട് 6ാമത് ഒരെണ്ണം കെസ്റ്ററിൻ്റെ പേര് പറയുമെങ്കിലും കെസ്റ്റർ എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ കൊടുക്കുക, സകല ആത്മാക്കൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. കാരണം കുറേ ഉണ്ണികൾ മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ കെസ്റ്ററിനെ സംബന്ധിച്ച് കുർബാനയുടെ ആവശ്യമില്ല എന്ന് പറയും. കാരണം ഭൂമിയിൽ കാല് തൊടാണ്ട് വന്ന ഒരു മാലാഖ കുട്ടിയാണ്. പക്ഷെ അല്ലാണ്ട് തന്നെ കുഞ്ഞു ഉണ്ണികൾ കുറേ പേരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വേണ്ടി
ഒരു കുർബാന, അങ്ങനെയാണ് ഞാൻ മൊത്തത്തിൽ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വീണ്ടും അത് തുടരണം എന്ന് വിചാരിച്ചേക്കാം, അല്ലാണ്ട് ശരിയാവില്ല. യാത്ര ചെയ്യാനുള്ള മടി കൊണ്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഡ്രസ്സുകൾ ഇടുമ്പോഴും നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ്. ചുരിദാറുകളായാലും ഫിറ്റ് ആവണു, വയറിൻ്റെ അവിടെ വരുമ്പോൾ ഭയങ്കര പ്രശ്നം. പക്ഷേ ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. ചാക്കോൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്, കാരണം ഡോണില്ല. ഡോൺ ഉണ്ടെങ്കിൽ ഒരു കൈസഹായമാണ്, അവൻ അപ്പയുടെ കൂടെ നിൽക്കും. ഇതിപ്പോൾ കരയുമ്പോൾ എടുത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ സുഖമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് നേരം ഒച്ച കേട്ടുള്ളൂ കേട്ടോ. പിന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി തോന്നുന്നുണ്ട്, കാരണം പാരസെറ്റാമോൾ കൊടുക്കുമ്പോൾ കുറച്ച് നേരം എടുക്കുമല്ലോ. തോമനെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല, അവൻ സ്കൂളിൽ പോയിട്ട് മുട്ടമുട്ടക്കനായിട്ട് വരുന്നുണ്ട്. പാച്ചു അതെ കേട്ടോ. പാച്ചുവിന് ഇനി അമ്മ വന്നിട്ട് വേണ്ടി വരും ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മളാരും നിർബന്ധിക്കുന്നില്ല, അവന് എന്തെങ്കിലും ആയിക്കോട്ടെ 2 ദിവസം കൂടി അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഡാഡി ഇന്ന് പറയുന്നുണ്ടായിരുന്നു, ഉച്ചയായപ്പോൾ ഫുട്ബോൾ കളി കേൾക്കുമ്പോൾ ഒരു ഒച്ച കേട്ടുവെന്ന്. ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ നോക്കുമ്പോഴാണ് മാതാവിൻ്റെ രൂപം അധിക ഭാഗം എൻ്റെ ശ്രദ്ധയിൽ പെടുക. കാരണം നമ്മൾ എന്നും ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ ഡാഡി പറഞ്ഞു, ഇത് ഇങ്ങനെ വീണു, ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ കൊളുത്ത് വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നാളെ വേണം അത് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. നാളെ എനിക്ക് എത്രമാത്രം വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളതൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ സാധാരണ എനിക്ക് പുറത്ത് പോയാൽ എനിക്ക് എടുക്കാൻ പറ്റാറില്ല. ചേച്ചിയുടെ വീട്ടിൽ പോയാലും കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ ഞാനത് മറന്നു പോകും വീഡിയോ എടുക്കാനായിട്ട്. എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മച്ചി. അപ്പോൾ എന്താ പറയുക, അമ്മച്ചിയെ സംബന്ധിച്ച് ഭാഗ്യം ചെയ്ത അമ്മച്ചിയെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കണ്ട് മക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ ലാളനയോട് കൂടിയിട്ട് പോയ ആളാണ്. അപ്പച്ചന് അങ്ങനെ പറ്റിയില്ല. അപ്പച്ചൻ അറ്റാക്കായിട്ടാണ് മരിച്ചത്. രാവിലെ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഉണ്ടായ ഒരു മരണം. ദേ എൻ്റെ ചേച്ചിയും